ത് ദേവിയിൽ എല്ലാവരും അച്ചടക്കത്തോടുകൂടി ഇരുന്ന് ഇത് മംഗളമാക്കി തരണം എന്ന് അറിയിക്കുകയാണ്. സംസാരം നാമജപത്തിന് മാത്രം. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓം ശരീരം പോയി മൂകാംബികെ അറിവിന്റെ ശരീരം നഗരികളിൽ പോയി മൂകാംബികെ അക്ഷരമോടും ഓരും കൊടോടും അടിയന്റെ നാടിനും എഴുതി ദേവി കാവ്യദാസ അറിവിന്റെ അക്ഷരികൾ കരളികളിൽ കുറി മോഹാംബികെ ചക്കുളം കാവിലമേ. കാവ്യങ്ങളെഴുതും വാത്മീകിയല്ല കാളിദാസനല്ല. ഇടറുന്ന കൈകളാൽ കാവ്യങ്ങളെഴുതും വാത്മീകിയല്ല കാളിദാസനല്ല. പൂന്താനം കൊടുത്തിലേ നിന്റെ പാദാന്റെ പ്രണാമം പ്രണാമം പ്രണാമം. അറിവിന്റെ അക്ഷരം കരണികളെ കുറി മൂകാംബികെ ചക്കുളം കാവിലമേ. സത്യമൊല്ലിയായി വന്നതും സങ്കടമേതുമില്ലെങ്കിൽ പുറത്തമ്മേ വഴിയിലുണ്ടെങ്കിലോ ജന്മമുണ്ട് നിന്നെ തേടി വരുന്നോർക്കോ ജന്മം ധന്യജന്മം ധന്യജന്മം. അറിവിന്റെ അക്ഷരങ്ങൾ കരളികളിൽ കുറി മൂകാംബികെ ചക്കുളം കാവിലമേ.
അക്ഷരമോടും അടിയന്റെ നാവിലും എഴുതുമേ തേടി കാവ്യവാസമാറ്റുകില്ലേ അറിവിന്റെ അക്ഷരങ്ങൾ കരളിതളേ കുറി മുഖാക്കി ചപ്പുറം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ നിരുദ്ധായ നമഃ സംഘർഷണായ ച. ഓം അരുണകമല സംസ്ഥാം തത്രജാപുഞ്ചവർണ്ണ കരകമലഭൃതിഷ്ടാഭീതിയുഗ്മാംബുജാം ച മണികടക വിചിത്രാലങ്കൃതാകൽപ്പജാലൈ സകല ഭുവനമാതാ സന്തതം ശ്രീ ശ്രീം. ഓം ശ്രീം മഹാലക്ഷ്മ്യൈ നമഃ. ഓം ശ്രീം മഹാലക്ഷ്മ്യൈ നമഃ. ഓം ശ്രീം മഹാലക്ഷ്മ്യൈ നമഃ. ഓം ശ്രീം മഹാലക്ഷ്മ്യൈ നമഃ. സോദികളായ സജ്ജനങ്ങളെ, നമ്മൾ അഷ്ടലക്ഷ്മി പൂജ ആരംഭിക്കുക. 8 ദേവിമാര്, ഒരേ ദേവി ഉള്ളൂ എങ്കിലും നമ്മൾ 8 ഭാവത്തിൽ ആ ദേവിയെ പൂജിക്കുക. 8 ദേവിമാരോടും നമ്മളുടെ ആഗ്രഹങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറയുക. ആ 8 ദേവിമാരും നമുക്ക് വ്യത്യസ്തമായ ഫലങ്ങൾ തരുന്നു എന്നുള്ളത് കൊണ്ടാണ് 8 ഭാവത്തിൽ ആ ദേവിയെ പൂജിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നോക്കുക, ഈ വസ്തു ഒന്നേ ഉള്ളൂ എങ്കിലും നമുക്കതിനെ പല രീതിയിൽ ഉപയോഗപ്പെടുത്താം, അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ആയാലും ശർക്കര ആയാലും കൽക്കണ്ടമായാലും എല്ലാം കരിമ്പിന്നീരാണ്, ഇല്ലേ? എന്നാ പിന്നെ കരിമ്പിന്നീര് കുറെ എടുത്തിട്ട് നമുക്ക് ചായക്കത്ത് വഹിക്കാൻ പറ്റുമോ? കരിമ്പിന്നീര് കുറെ എടുത്തിട്ട് നമുക്ക് പായസത്തിൽ ചേർക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഇല്ലേ? അപ്പം വസ്തു അടിസ്ഥാനമായിട്ടൊന്നാണ് എന്ന് പറഞ്ഞാലും അത് വ്യത്യസ്തമായ ഭാവങ്ങളിൽ അതിനെ സ്വീകരിക്കുന്നത് അതിന്റെ പ്രയോജന തരത്തിലാണ്. അതുപോലെ ദേവി ഒന്ന് തന്നെ ഉള്ളൂ എങ്കിലും ആ ദേവിയെ നമ്മൾ വ്യത്യസ്തമായ ഭാവങ്ങളിൽ പൂജിക്കുന്നത് അത് വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യം, മോനോടൊക്കെ പറയുന്നത്, നമ്മൾ പൂജിക്കുന്നതായ ദേവിമാരെ പോയി തൊടാൻ പാടില്ല. കാരണം നമ്മൾ ബിംബത്തിൽ പൂജിക്കുമ്പോഴാണ് ബിംബത്തിലായാലും തൊടാൻ പാടില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മള് പൂജിക്കുന്ന ദേവിമാര് അവരെ തൊടാൻ പാടില്ല എന്നത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക, കേട്ടോ. നമ്മള് പൂജ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പൂജിക്കുന്നത് ആദിലക്ഷ്മി ദേവിയാണ്. ആദിലക്ഷ്മി ദേവിയായിട്ട് നമ്മൾ പൂജിക്കുന്നത് രുക്മിണി ദേവിയെ തന്നെയാണ് ആദിലക്ഷ്മി ഭാവത്തില് നമ്മൾ പൂജിക്കുന്നത്. ഈ ലക്ഷ്മി ദേവിയെ നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിന് അമ്മയുടെ ഒരു കയ്യില് ഈ അഭയമുദ്ര ഉണ്ടായിരിക്കും, ഇങ്ങനെ മേൽപോട്ട് പിടിച്ചിരിക്കും. ഇടത്തെ കയ്യില് വരമുദ്ര ഉണ്ടായിരിക്കും, വരദമുദ്ര ഇങ്ങനെ താഴേക്ക് പിടിച്ചിരിക്കും. പിന്നെ കഴുത്തില് നല്ലതുപോലെ വിടർന്നതായ താമരമാല, മുട്ടുമാലയല്ല, താമരമാല നല്ലതുപോലെ വിടർന്ന പൂക്കൾ കൊണ്ടുള്ള മാലയുണ്ടായിരിക്കും. പത്മാസനത്തിലായിരിക്കും അമ്മ ഇരിക്കുക. എല്ലാവിധ മംഗള ലക്ഷണങ്ങളോടും കൂടിയ ഭഗവതി ധരിച്ചിരിക്കുന്നത് മഞ്ഞപ്പട്ടായിരിക്കും. ദേവിയുടെ വസ്ത്രം, മഹാലക്ഷ്മിയുടെ വസ്ത്രം മഞ്ഞപ്പട്ടായിരിക്കും ധരിച്ചിരിക്കുക. സർവ അലങ്കാരഭൂഷിതയും അഴകാർന്ന പൊൻകിരീടം ശിരസിൽ ധരിച്ചിരിക്കുന്നവളും 2 ഭാഗങ്ങളിൽ ദീപപ്രകാശം ഇങ്ങനെ ജ്വലിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആദി മഹാലക്ഷ്മി ദേവിയോട് ആദരവായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സുമനസ്സുകളാൽ ബന്ധിക്കപ്പെടുന്നവളെ ഹേ സുന്ദരി, മാധവന് പ്രിയതമയായിരിക്കുന്നവളെ, ചന്ദ്ര സഹോദരി, സ്വർണവർണ്ണമുള്ളവളെ, മുനിഗണങ്ങളാൽ ചുറ്റപ്പെട്ടവളെ,
ഞങ്ങളുടെ സംസാര ദുഃഖത്തിന് അറുതി വരുത്തുന്നവളെ, ഭക്തർക്ക് ആശ്വാസം തരുന്ന രീതിയിൽ അനുഗ്രഹ വാക്കുകൾ ചൊരിയുന്നവളെ, വേദങ്ങളാൽ നമിക്കപ്പെടുന്നവളെ, താമരപ്പൂവിൽ ഇരുന്ന് അരുളുന്നവളെ, ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളെ, സദ്ഗുണങ്ങൾ ചൊരിയുന്നവളെ, ശാന്തി സഹിതയായവളെ, മധുമൈരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയായ ആദിലക്ഷ്മി ദേവി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള ആദിലക്ഷ്മി നമഃ. സുമനസവന്ദിത സുന്ദരി മാധവി ചന്ദ്ര സഹോദരി ഹേമമയീ മുനിഗണവന്ദിത മോക്ഷപ്രദായിനി കഞ്ജുല ഭാഷിണി വേദനുദേ പങ്കജവാസിനി ദേവസുപൂജിത സദ്ഗുണവർഷിണി ശാന്തിയുദേ ജയ ജയ ഹേ മധുസൂദന കാമിനി ആദിലക്ഷ്മി സദപാലയമാ. എല്ലാവരും ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമ അങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇനി രണ്ടാമത്തേത് ധാന്യ ലക്ഷ്മിയാണ്. നമ്മുടെ കുടുംബത്തിൽ ധാന്യം ഉണ്ടെങ്കിലല്ലേ അന്നം വേണ്ടേ? നവരത്ന കിരീടം ശോഭിക്കുമാറ് മുകളിലേക്ക് ഉയർത്തിയ വലതു കൈയിൽ ചന്താമരപ്പൂവൻ, മുകളിലേക്ക് ഉയർത്തിയ ഇടതു കൈയിൽ ദേവിയുടെ കിരീടം വരെ ഉയർന്നു നിൽക്കുന്ന നീണ്ട കരിമ്പിൻ തണ്ട്, വെൺപട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു, സുഖാസനത്തിൽ ഇരിക്കുന്നു, നല്ല വിടർന്ന അഴകുള്ള മിഴികൾ, അതുകൊണ്ട് ആശ്രിതരെ കടാക്ഷിച്ച് അവരുടെ ദുഃഖങ്ങൾ അകറ്റുന്ന ദേവി. വാഴത്തോർണങ്ങളാൽ ദേവിയുടെ തിരുവടികൾ അലങ്കരിച്ചിരിക്കുന്നു. ദേവിയുടെ ഇടതുഭാഗത്ത് കമ്പച്ചോളം എന്ന ധാന്യച്ചെടി കാണപ്പെടും. മദാലസയും മനോഹരിയുമായി ദിവ്യ ദർശനം നൽകുന്ന ധാന്യലക്ഷ്മി ദേവിയോട് അത്യാദര പുരസ്സരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹേ കലികാല പാപങ്ങൾ നശിപ്പിക്കുന്നവളെ, ഹേ സുന്ദരി, വൈദിക രൂപിണി, വേദം തന്നെ ഉടനർന്നവളെ, പാൽക്കടൽ മധ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച മംഗളസ്വരൂപിണി, മന്ത്രങ്ങൾക്ക് ഇരിപ്പിടമായവളെ, മന്ത്രങ്ങളാൽ കീർത്തിക്കപ്പെടുന്നവളെ, ഐശ്വര്യം തരുന്നവളെ, താമരപ്പൂവിൽ വാഴുന്നവളെ, ദേവഗണങ്ങളാൽ അർച്ചിക്കപ്പെടുന്ന തൃപാദങ്ങളോട് കൂടിയവളെ, മധുമേരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയായ ധാന്യലക്ഷ്മി ദേവി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള ധാന്യലക്ഷ്മി നമഃ. അഹികളി കൈവശനാശിനി കാമിനി വൈദികരൂപിണി വേദമയീ ക്ഷീരസമുദ്ഭവമംഗളരൂപിണി മന്ത്രനിവാസിനി മന്ത്രനുതേ മംഗളഗായിനി അംബുജവാസിനി ദേവഗണാശ്രിത പാദയുഗേ ജയ ജയ ഹേ മധുസൂദന കാമിനി ആദിലക്ഷ്മി സദപാലയമാ. മൂന്നാമത്തേത് ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി. അമ്മയ്ക്ക് 8 തൃക്കൈകളുണ്ട്. വലതുഭാഗത്തെ കൈകളിൽ യഥാക്രമം അഭയമുദ്ര, സുദർശന ചക്രം, ശൂലം, ബാണം. ഇടത്തെ കൈകളിൽ ഭരതമുദ്ര, ശംഖം, വില്ല്, കപാലം ഇവയോട് കൂടിയവളാണ് വീരലക്ഷ്മി ദേവി. ഇപ്രകാരം ആയുധധാരിണിയായി ദേവി സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്വർണവർണ്ണമുള്ള ദേവി തങ്ക നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. അപ്രകാരമുള്ള ദേവിയുടെ ചുറ്റിലുമായി 9 പനമരങ്ങൾ കാണപ്പെടും. സർവലക്ഷണ സംയുക്തയായി സിംഹാസനത്തിൽ ആരൂഢയായിരിക്കുന്ന ശ്രീ വീരലക്ഷ്മി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിശിഷ്ട അക്ഷരരൂപിണിയും വിഷ്ണുപത്നിയും ഭൃഗു മഹർഷിയുടെ പുത്രിയും മന്ത്രസ്വരൂപിണിയും
മന്ത്രങ്ങളാൽ നിറഞ്ഞവളുമായ അവിടുന്ന് ജയിക്കട്ടെ. ദേവഗണങ്ങളാൽ പൂജിക്കപ്പെടുന്നവളും ക്ഷിപ്രപ്രസാദിനിയും ദൈനംദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിന്റെ രൂപമാർന്നവളും ശാസ്ത്രത്താൽ നമിക്കപ്പെടുന്നവളും ജനന മരണ ദുഃഖം അകറ്റുന്നവളും പാപത്തിൽ നിന്നും കരകയറ്റുന്നവളും സജ്ജനങ്ങളാൽ അർച്ചിക്കപ്പെടുന്ന കാലടികളോട് കൂടിയവളും മധുമൈരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയുമായ ധൈര്യലക്ഷ്മി ദേവി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള ധൈര്യലക്ഷ്മിയെ നമഃ. ജയവരവർണ്ണിനി വൈഷ്ണവി ഭാർഗവി അംഗസ്വരൂപിണി മന്ത്രമയേ സുരഗണ പൂജിത ക്ഷേത്രഫലപ്രദ ജ്ഞാനവിലാസിനി ശാസ്ത്രനുദേ ഭവഭയഹാരിണി പാപ വിമോചിനി സാധുജനാശ്രിത പാദയുധേ ജയ ജയ ഹേ മധുസൂദന കാമിനി ധൈര്യലക്ഷ്മി സദാ പാലയമാ. നാലാമത്തേത് ഗജലക്ഷ്മി ദേവിയാണ്, രാജയോഗം തരുന്നതായ ദേവി. രണ്ടു കൈകളിൽ അഭയമുദ്രയും വരദമുദ്രയും പിടിച്ചിരിക്കുന്നു. മറ്റു രണ്ടു കൈകളിൽ താമരപ്പൂക്കളോട് കൂടിയവൻ. പൊൻകുടങ്ങൾ തുമ്പിക്കരങ്ങളിൽ ഏന്തിയ രണ്ടു വെള്ളാനകൾ അഭിഷേകം ചെയ്യപ്പെടുന്നവൾ. കയ്യിൽ വെഞ്ചാമരങ്ങളേന്തിയ 4 തോഴിമാരുടെ മധ്യത്തിൽ പാദം വരെ മറയുന്ന വെൺപട്ടുടുത്ത് താമരപ്പൂവിൽ ഇരിക്കുന്നവളുമായ ശ്രീ ഗജലക്ഷ്മി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അധപ്പതനത്തെ അകറ്റി പുരോഗതിയിലേക്ക് നയിക്കുന്നവളും ആഗ്രഹിക്കുന്നതെല്ലാം നൽകുന്നവളും സർവഫലപ്രദമായ ശാസ്ത്രത്തിന്റെ രൂപമാർന്നവളുമായ അവിടുന്ന് ജയിക്കട്ടെ. ചതുരംഗ സേനയോടുകൂടി ചുറ്റിലും നിൽക്കുന്ന ഉപദേവീഗണങ്ങളാൽ നമിക്കപ്പെട്ടവളെ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ സേവിക്കപ്പെടുന്ന ദുഃഖമകറ്റുന്ന കാലടികൾ ഉള്ളവളെ, മധുവൈരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയായ ഗജലക്ഷ്മി ദേവി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള ഗജലക്ഷ്മി ദേവി നമഃ. ജയ ജയ ദുർഗതി നാശിനി കാമിനി സർവഫലപ്രദ ശാസ്ത്രമയേ ഗജ തുരക പദാതി സമാവൃത ഹരിഹര മണ്ഡിത ലോകനുദേ ഹരിഹര ബ്രഹ്മ സുപൂജിത സേവിത അവനിവാരിണി പാദയുധേ ജയ ജയ ഹേ മധുസൂദന കാമിനി ഗജലക്ഷ്മി രൂപേണ പാലയമാ. അഞ്ചാമത്തേത് സന്താന ലക്ഷ്മിയാണ്. ജടാമകുട അലങ്കാരങ്ങളോടെ കാണപ്പെടുന്നവൻ, താമരപ്പൂവിന്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ, അഭയ കടക ഹസ്തങ്ങളോടും കൂടിയവൻ, അരുകിൽ ദീപവും ചാമരവും ഏന്തിയ പരിചാരികകളുടെ മധ്യത്തിൽ മഹാരാജ്ഞിയെപ്പോലെ ദർശനം അരുളി ചെയ്യുന്നവളും, സമീപവർത്തികളായ ബാലസേനാനികളിൽ കാരുണ്യഭാവത്തോടെ വീക്ഷിക്കുന്നവളുമായ സന്താനലക്ഷ്മിയെ ഇഷ്ടസിദ്ധിക്കായി പ്രാർത്ഥിക്കുന്നു. ദേവിയുടെ മടിയിൽ ഒരു കുഞ്ഞു കിടക്കുന്നതായിട്ടും ചിത്രീകരിച്ചിരിക്കും. അങ്ങനെയുള്ള ദേവിയോട് പ്രാർത്ഥിക്കുകയാണ്. ദേവേന്ദ്രനെ മായയിൽ മുക്കിയവളെ, സുദർശന ചക്രം കയ്യിൽ ഏന്തിയവളെ, പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുന്നവളെ, അറിവിന്റെ ഇരിപ്പിടമേ, സദ്ഗുണങ്ങളുടെ സമുദ്രമേ, ലോകത്തിന്റെ നന്മയ്ക്കായി വർദ്ധിക്കുന്നവളെ, സപ്തസ്വര അലംകൃതമായ ഗാനത്താൽ വന്ദിക്കപ്പെടുന്നവളെ, സകല ദേവന്മാരാലും അസുരന്മാരാലും ദേവർഷികളാലും മനുഷ്യരാലും വന്ദിക്കപ്പെടുന്ന പാദപങ്കജങ്ങളോട് കൂടിയവളെ, മധുമൈരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയായ സന്താനലക്ഷ്മി ദേവി, അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള സന്താനലക്ഷ്മി നമഃ. അഹിഗഗവാഹിനി മോഹിനി ചക്രിനി രാജവിവർധിനി ജ്ഞാനമയീ ഗുണഗണവാരിധി ലോകഹിതൈഷിണി സ്വരസപ്തഭൂഷിത ഗാനസുധേ
സകല സുരാസുര ദേവ മുനീശ്വര മാനവ വന്ദിത പാടയുമേ ജയ ജയ ഹേ മധുസൂദന കാമിനി സന്താന ലക്ഷ്മി ത്വംപാലയമാ. ആറാമത്തേത് വിജയലക്ഷ്മി അഥവാ ഐശ്വര്യ ലക്ഷ്മി. 8 തൃക്കൈകളോട് കൂടിയവൾ, ഉയർന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നവൾ, പട്ടുടയാടകളും നവരത്ന ഖചിതമായ ആഭരണങ്ങളും ധരിച്ച് അഴകാർന്ന കാർകൂന്തലിനു മീതെ മകുട കിരീടവും അണിഞ്ഞ് മഹാരാജ്ഞിയെപ്പോലെ ദർശന സൗഭാഗ്യം അരുളി ചെയ്യുന്നവൻ, വലതുഭാഗത്തെ 4 തൃക്കൈകളിൽ യഥാക്രമം അഭയമുദ്ര, വാള്, പാശം, ചക്രായുധം എന്നിവ ധരിച്ചിരിക്കുന്നവൻ, ഇടതുഭാഗത്തെ 4 തൃക്കൈകളിൽ യഥാക്രമം വരദമുദ്ര, ശംഖ്, തോട്ടി, പരിച എന്നിവ ധരിച്ചിരിക്കുന്നവളുമായ സാക്ഷാൽ വിജയലക്ഷ്മിയെ സർവവിജയത്തിനായി ഞാൻ നിത്യവും വന്ദിച്ചു സ്തുതിക്കുന്നു. അങ്ങനെയുള്ള വിജയലക്ഷ്മിയെ നമഃ. ജയ കമലാസിനി സത്യദിദായിനി ജ്ഞാനവികാസിനി ഗാനമയീ അനുദിനമർച്ചിത കുങ്കുമധൂസര ഭൂഷിതവാസിതവാദ്യനുഭീ കനകധരാസ്തുതി വൈഭവ വന്ദിത ശങ്കര ദേശിക മാന്യപദേ ജയ ജയ ഹേ മധുസൂദന കാമിനി വിജയലക്ഷ്മി സദമാലയമാ. ഏഴാമത്തേത് വിദ്യാലക്ഷ്മിയാണ്. അഴകാർന്ന 4 തൃക്കൈകൾ, 2 അഭയവരമുദ്രകൾ, മറ്റു 2 താമരപ്പൂക്കൾ, ദേവിയുടെ അഴകുള്ള മേനിയിലേക്ക് 2 വെള്ളാരകൾ സ്വർണ്ണകുംഭം നിറച്ച് അഭിഷേകം ചെയ്യുന്നു. താമര ഇതളത്ത തൃക്കണ്ണുകളോട് തൂവെള്ള പട്ടുടുത്ത് ചെന്താമരപ്പൂവിൽ ഇരുന്നരുളുന്നവൻ. ഇപ്രകാരം ദർശനമരുളുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദേവേശ്വരി, അക്ഷരാത്മികയും ഭൃഗുനന്ദിനിയും ദുഃഖനിവാരിണിയും രത്നരൂപിണിയുമായ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. മാണിക്യക്കല്ല് പതിച്ച കർണകുണ്ഡലങ്ങൾ അണിഞ്ഞവളും സൗമ്യഭാവത്തിൽ പുഞ്ചിരി ഉതിർക്കുന്നവളും നവനിധി സമ്പത്തുകൾ നൽകുന്നവളും കലികാല ദുഃഖം അകറ്റുന്നവളും ഇഷ്ടവരങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന തൃക്കൈകളോടുകൂടിയവളും മധുവൈരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയുമായ വിദ്യാലക്ഷ്മി ദേവി അവിടുന്ന് ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള വിദ്യാലക്ഷ്മി നമഃ. പ്രണത സുരേശ്വരി ഭാരതി ഭാർഗവി സുഖവിനാശിനി രത്നമയേ മണിമയഭൂഷിത കർണ വിഭൂഷണ ശാന്തി സമാവൃത ഹാസ്യമുഖി നവനിധിദായിനി കലിമലഹാരിണി അമിത ഫലപ്രദ ഹസ്തയുഗേ ജയ ജയ ഹേ മധുസൂദന കാമിനി വിദ്യാലക്ഷ്മി സദപാലയമാ. എട്ടാമത്തേത് ധനലക്ഷ്മിയാണ്. ശിരസിൽ നവരത്ന കിരീടം ധരിച്ചിരിക്കുന്നവളും 1008 മാറ്റുള്ള തങ്കം പോലെ ശോഭിക്കുന്ന അഴകുമേനിയോട് കൂടിയവളും വലത്തെ കരങ്ങളിൽ പൂർണ്ണകുംഭം, ചക്രം, ബാണം, താമ്പൂലം എന്നിവയും ഇടത്തെ കൈകളിൽ ശംഖം, പത്മം, ചാപം, കമണ്ഡലു എന്നിവയും ധരിച്ചവൾ, പട്ടുവസ്ത്രമുടുത്ത് മംഗള ആഭരണങ്ങൾ അണിഞ്ഞ് സുഖാസനത്തിൽ ഉപവിഷ്ടയായി 8 തൃക്കരങ്ങളോടുകൂടി ആശ്രിതരെ കാത്തുരക്ഷിക്കുന്നവളുമായ ശ്രീ ധനലക്ഷ്മി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാദബ്രഹ്മത്തിന് ഇരിപ്പിടമായി അന്തരീക്ഷത്തെ പെരുമ്പറ ശബ്ദത്താൽ നിറയ്ക്കുന്നവളെ, ശംഖനാദത്താൽ സ്തുതിക്കപ്പെടുന്നവളെ, വേദപുരാണ ഇതിഹാസങ്ങളാൽ പൂജിക്കപ്പെടുന്ന, വൈദിക മാർഗത്തിൽ പ്രത്യക്ഷ ദർശനം തന്നപ്പെടുന്നവളെ,
മധുവൈരിയായ മഹാവിഷ്ണുവിന്റെ പ്രിയതമയായ ധനലക്ഷ്മി രൂപിണി അവിടുന്ന് ജയിച്ചാലും ജയിച്ചാലും ഞങ്ങളെ എപ്പോഴും പരിപാലിച്ചാലും അങ്ങനെയുള്ള ധനലക്ഷ്മി ദേവി നമഃ. ധിമി ധിമി ധിം ധിമി ധിം ധിമി ധിം ധിമി ഋതുവിനാദ സുപൂർണമയീ ഗുമ ഗുമ ഗും ഗുമ ഗും ഗുമ ഗും ഗുമ ശകനിലാദ സുവാദിമുനി വേദ പുരാണിനിലാദ സുപൂജിത വൈദികമാർഗ പ്രദർശയുനി ജയ ജയ ഹേ മധുസൂദനകായി ലക്ഷ്മി രൂപേണ പാദയമാ. നമ്മള് അഷ്ടലക്ഷ്മി പൂജ പൂർണ്ണമായിരിക്കുകയാണ്. ഇനിയും തിരുമേനി അകത്ത് വന്ന് ബാക്കിയുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യും. നമ്മളിവിടെ ശ്രീ സൂക്തം ജപിക്കും. ആ ശ്രീ സൂക്തം ജപിച്ചതിന് ശേഷം പിന്നീടാണ് ദേവിയെ ആലയിച്ച് യജ്ഞശാലയിലേക്ക് കൊണ്ടുവന്ന് ആ മംഗളകർമ്മം നടത്തുക. അപ്പൊ ഇവിടെ ശ്രീസൂക്തം ജപിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ ഇരുന്നാൽ മതി, ആരും എഴുന്നേക്കരുത്, എല്ലാവരും ഇരിക്കുക. ശ്രീസൂക്തം ജപിക്കുന്ന സമയത്ത് എല്ലാവരും ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമഃ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ഓം മഹാദേവിയേ നമഃ. ഓം യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീ രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീ രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ലക്ഷ്മീ രൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ഇനി നമ്മള് ഋഗ്വേദത്തിലുള്ളതായ 16 ഋക്കുകളാണ് മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നത്. ശ്രീ സൂക്തം അതാണ് ജപിക്കുന്നത്. എല്ലാവരും ഓം ശ്രീം ലക്ഷ്മി ദേവി നമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം. ശ്രീ എന്ന് പറഞ്ഞാൽ പോരാ, ശ്രീ എന്ന് പറഞ്ഞാൽ അത് വിശേഷണമാണ്. ശ്രീം എന്ന് പറഞ്ഞാൽ അത് ബീജാക്ഷരമാണ്. അതുകൊണ്ട് ശ്രീം എന്ന് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് തന്നെ ജപിക്കണം. ഓം ഹിരണ്യം നാം ഹിരണിം സുവർണ്ണ രജതസ്രജം ചന്ദ്രം ഹിരൺമയും ലക്ഷ്മിം ജാതവേദോ മഹാവക താമ ആവഗജാതവേദോ ലക്ഷ്മിം മനമഗാമിനീം യസ്യാം ഹിരണ്യം വിന്ദേയങ്കാമശ്വം പുരുഷാനക അശ്വപൂർവാന്യതമദ്യം ഹസ്തിനാഥ പ്രബോധിനി ശ്രിയം ദേവീമുപഗ്വരീ ശ്രീർമാദേവീ ജുഷതാ കാം സ്വസ്മിതാം ഹിരണ്യ പ്രാകാരാമാർദ്രം ജലം ചന്ദ്രത്താം തർപ്പയന്തി പദ്മേ സ്ഥിതാം പത്മവർണം ദാമി ഗോപഗ്വരീ ശ്രിയം ചന്ദ്രാം പ്രഭാസാമിഷസജ്വലന്തിം ശ്രിയം ലോകേ ദേവജുഷ്ടാമുദാര താം പത്മിനീമിം ശരണമഹം പ്രപദ്ധ്യേ ലക്ഷ്മിർമേ നശ്വതാം ത്വാം പ്രണേ ആദിത്യവർണ്ണേ തപസോധി ജാതോ വനസ്പതിസ്തവ വൃക്ഷോധവില്ല തസ്യ പരാനി തപസാനുദന്തമായാന്തരായശ്ച ബാഹ്യ അരശ്മി ഉഭൈതുമാം ദേവസ്തകീർത്തിഞ്ച മണിനാസകാഭ്രാതൃഭൂതസ്മിരസ്മിൻ കീർത്തമനിത്യം ദദാതു മേ ചുദ്വിവാസാമലാം ജ്യേഷ്ഠാമലക്ഷ്മിർനാശയാമ്യഹം അബോധിമസമൃദ്ധ്യം ച സർവം നിർണതമേ ഗൃഹാത് ഗന്ധദ്വാരം ദുരാദർശം നിത്യഭുക്താം കരീഷിണീം ഈശ്വരീം സർവഭൂതാനാം താമി ഗോഭഗ്വയേ ശ്രിയം മനസഃ കാമമാഗോതിം വാച സത്യമശീമഹി പശൂനാം രൂപമന്യസ്യ മയി ശ്രീ ശ്രയതാം യശ കർദ്ധമേന പ്രജാഭൂതാമയി സംഭവ കർദ്ധമ ശ്രിയം വാസയമേകുലേ മാതരം പത്മമാലിനീം ആപസ്രിയം ദുസ്നിഗ്ധാരി ചിക്ലൈതപസമേ ഗൃഹേ നിജദേവീം മാതരം ശ്രിയം വാസയമേകുലേ ആർദ്രാം യഷ്കരണിം യജ്ഞിം പിംഗളം പത്മമാലിനി ചന്ദ്രാം ഹിരൺമയും ലക്ഷ്മിം ജാതവേദോമ ആവക താമ ആർദ്രാം പുഷ്കരണിം പുഷ്ടിം സുവർണം ഹേമമാലിനി സൂര്യാം ഹിരൺമയും ലക്ഷ്മിം ജാതവേദോമ ആവക താമ ആവക ജാതവേദോ ലക്ഷ്മിം മനമഗാമിനി യസ്യാം ഹിരണ്യം പ്രഭൂതം ഗാവോദാസ്വ അൻവിന്ദേയം പുരുഷാരകം
പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദളായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണുമനോരഗോലേ ത്വത്പാദപത്നം മയി സന്യധസ്വ മഹാദേവീ ച വിദ്മഹേ വിഷ്ണുഭക്തേ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. ശ്രീവർച്ചസ്വമായുഷ്യമാരോഗ്യമാവിദക്ഷോഭമാനം മഹീയതേ. ധാന്യം ധനം പശും മൃഗപത്രലാഭം ശതസംവത്സരം ദീർഘമായു. അശ്വദായി ഗോദായി ധനധായി മഹാധനെ ധനം മേ ജുഷതാം ദേവി സർവകാമാം ച ദേഹി മേ. ഋണരോഗാധിദാരിദ്ര്യപ്പാപക്ഷുതപമൃത്യുവാ വയശോകമനസ്താപാ നശ്യന്തു മമ സർവദ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഇനി നമ്മള് ദേവിയെ ആനയിച്ച് യജ്ഞശാലയിൽ കൊണ്ടുവന്നിട്ട് ആ മംഗളകർമ്മം നടത്തുകയാണ്. എല്ലാ സുഹൃത്തുക്കളും ബഹളം വെക്കാതെ കണ്ട് വർത്തമാനം പറയാതെ കണ്ട് ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമ എന്ന ആ മംഗളകരമായ ആ നാമം ജപിച്ചുകൊണ്ടേയിരിക്കണം. ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രമാണ് ഓം ശ്രീം ലക്ഷ്മി ദേവിയെ നമ. ആ മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക കേട്ടോ. ഓം ശ്രീ മഹാദേവി നമഃ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. 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 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ദുർഗേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം അമ്മയല്ലാതെ മറ്റാരുമില്ലാശ്രയം. 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 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നാരായണ ഭദ്രേ നാരായണ ലക്ഷ്മി നാരായണ ദുർഗേ നാരായണ. ദ്വാരകാപുരി നന്നായി ശോഭിപ്പിച്ചലങ്കരിച്ചു ആരോട് മോദത്തോട് ദ്വാരകാവാസീജനം ഏവരും ഒരുമിച്ച് ചെന്നതിനേറ്റുകൊണ്ട് കേവലം കൃഷ്ണൻ തന്റെ കല്യാണമാഘോഷിച്ച
ബ്രഹ്മചര്യ ആശ്രമത്തെ കൈവിട്ട് പരബ്രഹ്മജന്മയും ദീക്ഷിച്ചതു ഗൃഹസ്ഥാശ്രമം ഛായായം പാരിജാതസായായം രുക്മിണീ സത്യഭാമാഭ്യാം കൃഷ്ണമാശ്രയേ രുക്മിണീ സത്യഭാമാഭ്യാം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം വൃന്ദാവനസ്ഥിതം നാരായണം ദേവവൃന്ദൈരവിഷ്ണുതം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ദിനകരമധ്യകം നാരായണം നിത്യജനകാംബരധരം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം പങ്കജലോചനം നാരായണം ഭക്തസങ്കടമോചനം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം കരുണാഭയോനിധി നാരായണം ഭക്തിശരണാഗതനിധി നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം രക്ഷിത ജഗത്രയം നാരായണം ചക്രശീക്ഷിത സുരജയം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ജ്ഞാനനാശകം നാരായണം ശുദ്ധവിജ്ഞാനനാശകം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശ്രീവംശഭൂഷണം നാരായണം നന്ദഗോവംശപോഷണം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശൃംഗാരനായക നാരായണം പദലിംഗാവിനായക നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ശ്രീകണ്ഠ സേവിതം നാരായണം നിത്യവൈകുണ്ഠനാദിതം നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം നാരായണം ഭജേ നാരായണം ലക്ഷ്മി നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം ഭജേ നാരായണം. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, രുക്മിണി സ്വയംവരം വളരെ മംഗളകരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ആചരിക്കപ്പെട്ടു.
നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് രുക്മിണി ദേവിക്ക് ദക്ഷിണ സമർപ്പണം ചെയ്ത് പ്രസാദം സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ദക്ഷിണ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഫണ്ടിലേക്ക് പോകും. ഞങ്ങളാരും എടുക്കില്ല, അത് ക്ഷേത്ര ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ദേവിക്ക് കാണിക സമർപ്പണം ചെയ്തിട്ട് പ്രസാദം വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ കീർത്തനം പാടി കഴിയുമ്പോൾ ഈ രുക്മിണിയായിട്ട് ഒരുങ്ങിയ കുട്ടികളുടെ അച്ഛനൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം കേട്ടോ, എല്ലാവർക്കും ദക്ഷിണ കൊടുക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രുക്മിണിയായിട്ട് ഒരുങ്ങിയ കുട്ടിയെ 7 ദിവസം വരെ മത്സ്യമാംസാനം കൊടുക്കാൻ പാടില്ല, പഴയ ആഹാരം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കഴിക്കേണ്ട കുട്ടികൾ കൊടുക്കണ്ട, കാരണം പൂജിച്ച ശരീരമാണ്, അതിനകത്ത് ചൈതന്യം ഉണ്ടാവും. അത് മനസ്സിലാക്കാം. അതുപോലെ ആ മാല വീട്ടിൽ പൂജാമുറി കൊണ്ടിടണം. ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്ത് പുറത്ത് കളിക്കും. ഉണങ്ങിക്കഴിയുമ്പോൾ എടുത്ത് പുറത്ത് വിടെങ്കിലും മറ്റൊരു എണ്ണങ്ങൾ വിടുന്നു. അതുപോലെ പൂജാമുറി സൂക്ഷിക്കുക. 7 ദിവസത്തേക്ക് പഴയ ആഹാരം കൊടുക്കരുത്, മനുഷ്യവാസനം കൊടുക്കരുത് കേട്ടോ. അത്രയും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി ഒരുങ്ങിയ കുട്ടികൾക്കെല്ലാം അവരെ പൂജിച്ചതാണ്. പക്ഷേ അവർക്ക് കാര്യമായ പൂജ ഉണ്ടാകാത്ത കാരണം കൊണ്ട് 3 ദിവസം വരെ നമ്മുടെ സപ്താഹം തീരുന്നവരെയെങ്കിലും മത്സ്യവസാനം കൊടുക്കാൻ വേണ്ടിയിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം മറ്റുള്ളവർ ദക്ഷിണ കൊടുക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ്, അത് കൊടുക്കാതിരിക്കുക. പക്ഷെ രുക്മിണി ദേവി കഴിഞ്ഞ കുട്ടി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാന്നുള്ളതാണ്. നമ്മുടെ കീർത്തനം പാടുകയാണ്. അറിയോ? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ ദൈവരാഗനയം വിശ്വനാഥോദയം ഏർപ്പതിന്നും മഹാപാപികൾ എത്തുമോ വിശ്വനാഥേ ആദിമുഖ്യം വരും പുണ്യബോധത്തില ആദിനാഥം ദേശമുള്ളോ കുടൽ ശാപമുണ്ടായ ശേഷം പരീക്ഷിക്കുന്നൻ യേശിപോൽ പട്ടണം കൃഷ്ണരാമാകരേ പാണ്ഡവന്മാരുടെ പൗത്രന ഭാരത ശങ്കരേ മാതൃഗർഭസ്ഥിതം വന്ന ബ്രഹ്മാസ്രതേജസൂതട്ടാതെ കൃഷ്ണനാപാലിതം കൃഷ്ണരാമാകരേ ഈശ്വരാധീനം
ബാലകൻ കൽപ്പുരം കൃഷ്ണനാമഹരേ ഒന്നുകൊണ്ടും നമുക്കിവയ്യ ഇവത്തീതൊന്നേ വരുത്തേണമേ ഇന്നു ഞാൻ നിത്യനാകാൻ അഹോകാരം സ്വാമശക്തീവന കൃഷ്ണനാമഹരേ മൂർത്തിവല്ലോ തവിക്കോ വിദോ സാമമാം കർമ്മകർമാകോ ശക്തിർഭുവച്ച ത്രിലോകത്തിലുനാഗം മാർഗശോഭവം കൃഷ്ണനാമഹരേ പൂരക്ഷയാ പാദം മനസേവച്ചു ഗോവിന്ദ പാദം ചാരുഗംഗാധരം അക്ഷരം മുനി ശ്രേഷ്ഠനാ ശ്രീസുരൻ അപ്രമന്നോത്പദാ കൃഷ്ണരാമ കൃഷ്ണരാമാദിനമൗഗലോദായിലോ വിസ്മരോ ബ്രഹ്മജന്മമൂലവിത്താനോ വിഷ്ണുലോകം വിഷ്ണു സൽകീർത്തന കൃഷ്ണരാമഹരേ 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 കൃഷ്ണിവംശോദ്ഭവ കൈതൊഴും കൃഷ്ണിവംശോദ്ഭവ കൈതൊഴും കൃഷ്ണ വനമാലി വനമാലി ഗുരുവായൂരിലെ വനമാലി 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 ഗുരുവായൂരിലെ വനമാലി നന്ദനന്ദന വനമാലി നന്ദനന്ദന വനമാലി നന്ദകിശോര വനമാലി നന്ദകിശോര വനമാലി നന്ദനന്ദന നന്ദകിശോര നന്ദനന്ദന നന്ദകിശോര ഗുരുവായൂരിലെ വനമാലി ഗുരുവായൂരിലെ വനമാലി ഗുരുവായൂരിലെ വനമാലി ഗുരുവായൂരിലെ വനമാലി 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 ഗുരുവായൂരിലെ വനമാലി വനമാലി ഗുരുവായൂരിലെ വനമാലി രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ രാധേ രാധേ ഗോപാല രാധേ രാധേ ഗോപാല രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ 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 ഗോപാല 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 ഓം കായേന
ബുദ്ധ്യാത്മനാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യ സകലം പരസ്മൈ ലക്ഷ്മീനാരായണായേ സമർപ്പയാമി. ഓം ലക്ഷ്മീനാരായണായേതി സർവം സമർപ്പയാമി. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതം അഭീതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ക്ഷേത്ര പുരോഗതിയും നാടിന്റെ പുരോഗതിയും ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ക്ഷേത്രത്തില് ഒരു പൂജാവിധി നിർണയിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഭഗവതിക്ക് മുഴുക്കാപ്പ് ചാർത്തിക്കൊണ്ട് 2 നടകളിലും 2 ദേവിമാർക്കും മുഴുക്കാപ്പ് ചാർത്തിക്കൊണ്ട് പൂർണ്ണ പൂജ ചെയ്യുക എന്നുള്ളത്. അത് ഒരു ഉത്സവ പൂജയ്ക്ക് സമാനമായ പൂജയാണ്. വളരെ ഗംഭീരമായിരിക്കുന്ന പൂജയാണ്. ക്ഷേത്ര ചൈതന്യം വളരെയധികം വർദ്ധിക്കാനും അതുപോലെ അത് നടത്തുന്നവർക്ക് വളരെയധികം പ്രയോജനം കിട്ടാനും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ എന്തെങ്കിലും ഒരു സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് പിള്ളേരുടെ ഭാവിയോ ജോലിയോ കല്യാണമോ അങ്ങനെ എന്താണ് എന്ന് വിചാരിച്ചാലും അതുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഐശ്വര്യമോ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു നാളിന് നക്ഷത്രത്തിന് ഒരു പൂജ നടത്തുക. 2 നാളിലുകൾ നടത്തുന്നതിന് 500 രൂപയേ ഉള്ളൂ. അങ്ങനെ ഒരു മാസം 500 രൂപ വെച്ച് നിങ്ങൾ ഒരു വർഷം പൂജ നടത്തണം. അപ്പൊ അതിനുവേണ്ടി പേര് കൊടുക്കണം. ഇന്നലെ 3-4 പേര് ആൾക്കാരെ പേര് തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള 23 നക്ഷത്രങ്ങൾ ബാക്കി കിടക്കുകയാണ്. അപ്പൊ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് പേര് പറയാനുള്ളത് അവര് വന്നിട്ട് ഇവിടെ ആ പേര് വിവരം ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രഭാഷണം തുടങ്ങത്തുള്ളൂ. അതുപോലെ നമുക്ക് അടുത്ത വർഷവും ഇതുപോലെ യജ്ഞം നടത്താൻ അടുത്ത വർഷവും അതുപോലെ നമ്മള് യജ്ഞം നടത്താൻ വേണ്ടി 6-ാം ദിവസത്തെ പൂർണ്ണ ചെലവ് വിശ്വംഭരൻ ബിനു ഭവനം ഉളവക്കാട് ഏറ്റിരിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ള ദിവസങ്ങളിലേക്കും ഉള്ളതായ സജ്ജനങ്ങള് പേര് വിവരം ഇപ്പോൾ തന്നെ കൊടുക്കണം.